ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളിതിന് മുന്നേ ചെറിയ കാർട്ടൂൺ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന 2 ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് മുന്നേ പരിചയപ്പെട്ട ഒരു ക്രോമാട്ടൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ആ ആപ്ലിക്കേഷനേക്കാൾ കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് കാർട്ടൂൺ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ട്വിൻ ടൂൺസ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പെർമിഷൻസൊക്കെ അലോ കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആനിമേഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കുറേ ബാക്ക്ഗ്രൗണ്ട്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാം ഫ്രീ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് തന്നെയാണ്. അതുപോലെ ഗ്രീൻ സ്ക്രീനിലും ബ്ലൂ സ്ക്രീനിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു വില്ലേജ് റോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്ന ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓരോരോ ക്യാരക്ടർ ഇങ്ങനെ കാണും. അപ്പോൾ ഞാനിതിലൊരു ക്യാരക്ടർ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് അത് എവിടെ വേണമെങ്കിലും പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് പോസ് ചേഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഓരോരോ പോസ് ഉണ്ട്. ഇപ്പോൾ വാക്ക് ചെയ്യുന്നുണ്ട്, സിറ്റ് ചെയ്യുന്നുണ്ട്, വെറുതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാക്ക് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്തു. പിന്നെ ഇവിടെ താഴെ ഉണ്ടോ റെക്കോർഡ് വോയിസ്. അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടർ സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ക്ലിക്ക് ചെയ്യാം. ഈ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം റെക്കോർഡായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഈ പ്ലേ ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വോയിസ് കേൾക്കാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ആ വോയിസ് എനിക്കേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ആ റെക്കോർഡിൻ്റെ ഓപ്ഷൻ്റെ അവിടെ ഇപ്പോൾ ഡിലീറ്റ് എന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ ആ വോയിസ് ഡിലീറ്റ് ആക്കാൻ അങ്ങനെയാണ്. വീണ്ടും ഡയലോഗ് പറയിക്കാനാണെങ്കിൽ ഇങ്ങനെ റെക്കോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെ ഓപ്ഷൻ. പിന്നെ ഇനി റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ സെറ്റിംഗ് എന്നുണ്ട്. അപ്പോൾ അതിൽ ക്യാരക്ടർ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ക്യാരക്ടർ ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണിത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ക്യാരക്ടറിൻ്റെ സൈസൊക്കെ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ വോയിസ് ടോൺ, ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസ് നമുക്ക് ആരുടെയാണ്, ഇപ്പോൾ ബേബി, കിഡ്, ബോയ്, മാൻ, ഓൾഡ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യാം. ആ വോയിസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. പിന്നെ അതുപോലെ മാജിക് ബോക്സ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മാജിക് VFX, പിന്നെ ഡൈനാമിക് അസെറ്റ്സ്, സ്റ്റാറ്റിക് അസെറ്റ്സ്, സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇനി വേറെ ക്യാരക്ടറിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ ക്യാരക്ടറിന് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സംസാരിക്കുന്ന രീതിയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലൊക്കെ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതിലേക്ക് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ട് അതിനനുസരിച്ച് ഇതിലേക്ക് വർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഓപ്ഷൻസൊക്കെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് കാർട്ടൂൺ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ ആപ്ലിക്കേഷൻസിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ എഡിറ്റിംഗ് ട്രിക്സ്, വാട്സപ്പ് അപ്ഡേറ്റ്സ്, കാര്യങ്ങൾ, കുറേ ടെക്നിക്കൽ അപ്ഡേറ്റ്സും ഗെയിംസും ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ കയറിയിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കിടിലൻ ആപ്ലിക്കേഷൻസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.